ശ്രീനാഥ് നമ്മോടൊപ്പം ചേരുകയാണ്. ഇതിന്റെ സംഘാടകരിൽ ഒരാളാണ്. ഡോക്ടർ ശ്രീനാഥ്, ഇപ്പോൾ ഈ മഹാമാരി അടിച്ചു മാറ്റാനുള്ള ഒരു നിർദ്ദേശമാണോ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്? ഈ തമിഴ്നാട് സർക്കാർ ഇതിന് നൽകുന്ന ഒരു വിശദീകരണം എന്താണ്? നമസ്കാരം, ഞാൻ ഡോക്ടർ ശ്രീനാഥ് കരയാട്ട്. ഈ പ്രാവശ്യം രഥയാത്രയുടെ ചുമതല എനിക്കായിരുന്നു. ഇന്ന് രാവിലെ നദിപൂജയും ഗോപൂജയും കഴിഞ്ഞ് നമ്മൾ മഹാമേരു പൂജ കഴിഞ്ഞ് രാവിലെ തിരുനാവായിക്ക് കുംഭമേള നഗരിയിലേക്ക് പോകേണ്ട മഹാമേരു രഥയാത്രയായിരുന്നു. ഇന്നലെ രാവിലെ വരെ നമ്മൾക്ക് അനുമതി കിട്ടിയതാണ്. കഴിഞ്ഞ ഒന്ന് രണ്ട് ആഴ്ചകളായി സംഘാടകർ എല്ലാ ഓഫീസിലും കയറി ഇറങ്ങി എല്ലാവരോടും അനുമതി വാങ്ങിയതാണ്. അതിനുവേണ്ടി തമിഴ്നാട്ടിൽ ഏതാണ്ട് 30-ലധികം സ്ഥലങ്ങളിൽ സ്വീകരണം ഏർപ്പാടാക്കിയിരുന്നു. അനേകം പേര് ആ സ്വീകരണ സ്ഥലങ്ങളിൽ കാത്തിരിക്കുകയാണ് രഥത്തെ കാത്തിരിക്കുക. ഡോക്ടർ ശ്രീനാഥ്, ആദ്യഘട്ടത്തിൽ അനുമതി നൽകിയിരുന്നു, അനുമതി ലഭിച്ചതാണ്. പിന്നീടാണ് അവസാന നിമിഷമാണ് അനുമതി നിഷേധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായതല്ലേ? നമ്മൾക്ക് അതിന്റെ പെർമിഷനൊക്കെ കഴിഞ്ഞ ഒരു മാസത്തിലധികമായിട്ട് ഇവിടുത്തെ അധികാരികൾ അതിന്റെ പിന്നാലെയാണ്. അവരെല്ലാ സ്ഥലങ്ങളിലും പോയി എല്ലാ തരത്തിലുള്ള പേപ്പർ വർക്കൊക്കെ നടത്തിയതിനു ശേഷമാണ് നമ്മളതിന് ആരംഭിച്ചത്. ഈ റൂട്ട് നിശ്ചയിച്ചത്, വിവിധ സ്ഥലങ്ങളിൽ സ്വീകരണം നിശ്ചയിച്ചത്. ഇന്നലെയാണ് ഉന്നതതല അധികാരികൾ ഇതിന് അനുമതി നിഷേധിച്ചത്. ഇന്ന് പോലീസ് വന്നു. രഥയാത്രയായിട്ട് പോകാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു. പോലീസ് രഥത്തിൽ നിന്ന് മേരു അഴിച്ച് അത് മറ്റൊരു വാഹനത്തിൽ കയറ്റി ബോർഡർ കഴിഞ്ഞ് ഇങ്ങനെ ചെയ്യാൻ, ഈ അനുമതി നിഷേധിക്കാൻ, തടയാൻ എന്ത് കാരണമാണ് ബന്ധപ്പെട്ടവർ നൽകുന്നത്? എനിക്ക് തോന്നുന്നു അതൊരു ഇവിടെ സംഘർഷം അല്ലെങ്കിൽ ഇതിനെന്തോ ചില സുരക്ഷാ പ്രശ്നങ്ങളോ എന്താണ് കൃത്യമായ കാരണം എന്ന് എനിക്കറിയില്ല. അവര് അധികാരികളോട് തന്നെ ചോദിക്കുന്നത്. അത് കൃത്യമായിട്ട് നമ്മളെടുത്ത് പറഞ്ഞിട്ടില്ല, എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. സുരക്ഷാ പ്രശ്നങ്ങളാണ് ഈ ആൾക്കാരുടെ ഇടയിൽ ഉണ്ടാകുന്ന ഒരു നമ്മളൊക്കെ മതേതരന്മാരാണല്ലോ. അപ്പം ആ തരത്തില് പല വർഗീയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയായിരിക്കാം. എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. പക്ഷെ അതിന്റെ പിന്നിൽ ഇതൊന്നും അല്ല, അതൊക്കെ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഹിന്ദു സംഘടിക്കുന്നു എന്ന് തോന്നുന്ന എല്ലാ തരങ്ങളെയും ഒരു ഹിന്ദു സംഘടിക്കുന്ന സമയത്ത് ഭയക്കുന്ന ആരൊക്കെയോ ആണ് ഇതിന്റെ പിന്നില്. അവരുടെ ഭയമാണ്. ആ ഭയത്തിന്റെ കൂടെ സർക്കാർ നിൽക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അവിടെ നമ്മൾ ആർജിക്കുക, നമ്മളിപ്പം തൽക്കാലം സർക്കാർ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. കാരണം നമ്മളെ സംബന്ധിച്ച് കുംഭമേള വിജയിക്കുക എന്നുള്ളതാണ് നമ്മളെ ലക്ഷ്യം. അതുകൊണ്ട് ഇപ്പം നമ്മൾ അത് പറഞ്ഞ് മഹാമേരു അഴിച്ച് അത് വേറൊരു വാഹനത്തിലാക്കി ബോർഡർ കടക്കാറായി. അത് കടന്നതിന് ശേഷം മാത്രം പോലീസ് അകമ്പടിയോടുകൂടി രഥം അവിടെ അതിർത്തിയിൽ എത്തിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് തൽക്കാലം നമ്മൾ അനുസരിക്കുകയാണ്. കാരണം അത് നമ്മളൊരു കഴിവുകേടല്ല. ഇത് കുംഭമേള ഭംഗിയെ നടക്കാനുള്ള വേണ്ടി നമ്മൾ ക്ഷമയോടുകൂടി. അതെ, ഇനി ഈ രഥയാത്ര വാളയാറിൽ നിന്നും ആരംഭിക്കാനാണോ തീരുമാനം? നേരത്തെ നിശ്ചയിച്ചത് പ്രകാരം മറ്റന്നാൾ രാവിലെ, ഈ 2 ദിവസം തമിഴ്നാട് കടന്ന് മറ്റന്നാൾ രാവിലെ മുതൽ കേരളത്തിലാണ്. നമ്മൾക്ക് കൽപ്പാത്തി മുതൽ വിവിധ സ്ഥലങ്ങളിൽ സ്വീകരണം ഏറ്റുവാങ്ങി 22-ാം തീയതി വൈകുന്നേരം 3 മണി 4 മണിയോട് കൂടിയാണ് കുംഭമേള നഗരിയിൽ എത്തേണ്ടത്. ബാക്കി കേരളത്തിലെ യാത്രകൾ അത് നേരത്തെ നിശ്ചയിച്ച പ്രകാരം തന്നെ നടക്കുന്നതാണ്. തമിഴ്നാട്ടിലെ യാത്രകൾക്കാണ് ഇപ്പോൾ നിരോധനമുള്ളത്. യെസ്, വളരെയധികം നന്ദി ഡോക്ടർ ശ്രീനാഥ്, ഈ ഒരു സമയം ഞങ്ങളോട് സഹകരിച്ചതിന്.